ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता विशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानु सुदे देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പൊ നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്. ഏതാണ് ചാപ്റ്റർ? 4:13 അല്ലേ എടുക്കാൻ പ്രഭുജി? 4-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽ. 4:13 എടുത്തന്നെ പ്രഭുജി. അതെ, അപ്പൊ 4:14 അല്ലേ? 14. വെരി ഗുഡ്. അപ്പോ 4-ാമത്തെ ചാപ്റ്റർ ട്രാൻസെൻഡൽ നോളജ്. न मां कर्माणि लिम्पन्ति न मे कर्म फले स्पृहाम् इति मां योऽभिजानाति कर्मभिर्न स बध्यते. न मां कर्माणि लिम्पन्ति न मे कर्म फले स्पृहाम् इति मां योऽभिजानाति कर्मभिर्न स बध्यते. मंगल माता जी. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമാം കർമാണി ലിംബന്തേ നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. ഹരേ കൃഷ്ണ. माता जी. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മഭിർന സബധ്യതേ. ഹരേ കൃഷ്ണ. माता जी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. नमाम कर्माणि लिम्बन्ते न मे कर्म फले स्पृहा इति मां यो अभिजानाति कर्मभिर्न स बध्यते. വിവർത്തനം. ദിവ്യപൂജ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭാതർക്ക് ജയ. കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയും ഇല്ല. എന്നെ കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. Very good. There is no work that affects me, nor do I aspire for the fruits of action. One who understands this truth about me also does not become entangled in the fruitive reactions of work. ഇപ്പൊ എന്താണ് ഭഗവാൻ പറയുന്ന അർത്ഥം? എന്നെ ഒരു കർമ്മവും ബന്ധിപ്പിക്കുന്നില്ല, എന്നെ ഒരു കർമ്മവും ബന്ധിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു കർമ്മവും സ്വാധീനിപ്പിക്കുന്നില്ല. അതുമല്ല, ഒരു കർമ്മത്തിന്റെയും ഫ്രൂട്ട്സ്, ഫലം ഞാൻ ഇച്ഛിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാള്, അദ്ദേഹം ഈ കർമ്മബന്ധനത്തിൽ ഏർപ്പെടില്ല. ഭൗതിക ലോകത്തിലെ കർമ്മം ചെയ്താലും കർമ്മബന്ധനത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. ഭഗവാൻ മാത്രമല്ല, ഇത്
ഈ സത്യം, ഈ പരമസത്യം മനസ്സിലാക്കുന്ന ഏതൊരു ഭക്തനും ഈ കർമ്മബന്ധനത്തിൽ നിന്നും മുക്തി കിട്ടും. കർമ്മം ചെയ്യും, ഭഗവാൻ നമ്മുടെ കർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാന് യാതൊരു ആസക്തിയില്ല കർമ്മത്തിനോട്, അതിന്റെ റിസൾട്ടിനോട്, ഫലത്തിനോടും ആസക്തിയില്ല. നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിന്റെ കർമ്മഫലത്തിന്റെ ആസക്തി കൊണ്ടാണ്. നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമത്തില് പിന്നെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സേവനം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒരു കർമ്മഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടോ? മംഗളമാതാജി. ഇല്ല പ്രഭുജി. അതായത് ഞാൻ എൻ്റെ ഭർത്താവിനെ സേവിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളെ സേവിക്കുന്നു, മക്കള് അച്ഛനും അമ്മയെ സേവിക്കുന്നു, പ്രജകള് രാജാവിനെ സേവിക്കുന്നു, പൗരന്മാര് ഗവൺമെന്റിനെ സേവിക്കുന്നു, ഗവൺമെന്റ് പൗരന്മാരെ സേവിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ഏതെങ്കിലും സേവനം ഇതിനുണ്ടോ? ഇല്ല, എല്ലാറ്റിലും ഉണ്ട്. എല്ലാത്തിലും എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് ഏറ്റവും തിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ഭൗതിക ലോകത്തില് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അതിലും എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരാള് മറ്റേ പ്ലീസ് ചെയ്യുന്നു, ഇയാള് മറ്റേ പ്ലീസ് ചെയ്യുന്നു. അവിടെ പ്ലീസിങ് ഇല്ലെങ്കിൽ, ഒരാള് മറ്റേ ആൾക്ക് തൃപ്തി പകരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആവശ്യമില്ല അയാളെ, അല്ലേ? പിന്നെ ആൾക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ മക്കള് അച്ഛനമ്മമാരെ പ്ലീസ് വേണ്ട, നീ പുറത്തു പൊക്കോ, ആവശ്യമില്ല, നീ എന്റെ മകനല്ല, നീ എന്റെ മകളല്ല, ഇമ്മീഡിയറ്റ്ലി പറയും. അതായത് എവിടെ ആ ഒരു തൃപ്തി കിട്ടുന്നില്ല, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോ 100% ഭൗതിക ലോകത്തിലെ ഈ റിലേഷൻഷിപ്പ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഫലത്തിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലത്തിന്റെ ആശ്രയിച്ചിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ എന്ത് പറയുന്നത്? ഭഗവാന് ഒരു കർമ്മത്തിലും ആസക്തിയില്ല. എന്നാ ഭഗവാൻ ആസക്തിയില്ല പറഞ്ഞിട്ട് കർമ്മം ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല, കർമ്മം ചെയ്യുന്നില്ല, പക്ഷെ ആസക്തി ഇല്ല. അതിന്റെ ഫലത്തിനോട് ആസക്തി ഉണ്ടോ? ഇല്ല. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല. രണ്ടിലും ഡിറ്റാച്ച്ഡ് ആണ്, രണ്ടിലും വൈരാഗ്യമാണ്. അതേപോലെ ശുദ്ധഭക്തന്മാരും. പ്രഭുപാദ വളരെ കഷ്ടപ്പെട്ടു, അമേരിക്കയിൽ പോയി കാര്യങ്ങൾ മാക്സിമം കഴിവിന്റെ അനുസരിച്ചിട്ട് ചെയ്തു. അതിന് നല്ല റിസൾട്ട് വന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രഭുപാദയ്ക്ക് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി, ഈ വയസ്സിൽ ഞാൻ അമേരിക്കയിൽ വന്നു, ഇത്രയെല്ലാം അസുഖവും ബാക്കി കഷ്ടപ്പാടൊക്കെ സഹിച്ചു, എന്നിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിൽ വിജയിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം, ഒരു നീരസവും ഭഗവാനോട് പറഞ്ഞിട്ടില്ല. ഭഗവാൻ എന്താണ് ചെയ്തത്, എൻ്റെ ജീവൻ മുഴുവൻ വ്യർത്ഥമായല്ലോ എന്ന് ഒരിക്കലും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. എന്താണോ ഭഗവാൻ ചെയ്തത്, ദാറ്റ്സ് ഇറ്റ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ ഡിവോട്ടീസിന്റെ ഗുണം. നമ്മളങ്ങനെയല്ല. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്നിട്ട് ഒരു നല്ല വാക്ക് എന്നോട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് ഒരു പ്രാവശ്യങ്ങളും എന്നെ ഒന്ന് പുകഴ്ത്തുന്നുണ്ടോ? അതായത് എന്താണ് അവിടെ എക്സ്പെക്ടേഷൻ? എവിടെ എക്സ്പെക്ടേഷൻ ഉണ്ടോ അവിടെ എന്തായിരിക്കും? ആശയുണ്ടെങ്കിൽ അല്ലേ നിരാശയുള്ളൂ? ആശയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരാശയുണ്ടായിരിക്കും. ആശയില്ലെങ്കിൽ നിരാശയില്ല. അപ്പൊ ഭക്തന്മാരും ഭഗവാനും ഒരാശയും വെക്കില്ല, കാരണം അവർക്ക് ആസക്തിയില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, there is no work that affects me, nor do I aspire for the fruits of action. One who understands this truth about me also does not become entangled in the fruitive results, reactions of God. അപ്പോ ഈ തലത്തിലുള്ള ഭക്തന്മാരില്ലേ? ആരാണ് അവര്? വൃന്ദാവനവാസികള്. വൃന്ദാവനത്തിലെ വൈകുണ്ഠവാസികള്, വൃന്ദാവനവാസികൾ അവിടെ കാണുള്ളൂ. ഭൗതിക ലോകത്തില് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ, ശുദ്ധഭക്തന്മാരെ വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ കാണുന്നു. എല്ലാവരും തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ അല്ലെങ്കിൽ സത്വഗുണത്തിലായിരിക്കും. ഈവൻ സത്വഗുണത്തിലുള്ള ആൾക്കാരും പ്രതീക്ഷകളുണ്ട് അവർക്ക്. ഒന്നുമില്ലെങ്കിൽ
ഓ, ഞാൻ നല്ലൊരു കീർത്തനീയാണ്, ഞാൻ നല്ലൊരു പാചകക്കാരിയാണ്, ഞാൻ നല്ലൊരു പ്രവചനം ചെയ്യുന്ന ആളാണ്, ഞാൻ അതാണ് ഇതാണ്, അതിന്റെ പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പ്രതീക്ഷ വയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സത്വഗുണത്തിലും എക്സ്പെക്ടേഷൻ്റെ ഗ്രോസ് ആയിട്ടില്ല, സട്ടിൽ ലെവലിൽ വളരെ സൂക്ഷ്മ തലത്തിലുള്ള ഒരു പേരും പ്രശസ്തിയും, അതായത് പൂജ, പ്രതിഷ്ഠ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരെ ഇവരെ ശുദ്ധ സാത്വിക സ്റ്റേജിലായിരിക്കും. അവർക്ക് ആ പ്രതീക്ഷയില്ല. എന്ത് പ്രഹ്ലാദന്മാര് എന്ത് തന്നെ വന്നാലും ശരി, ഒരു കംപ്ലൈന്റും ഇല്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. വൈകുണ്ഠവാസികളെ പോലെ, വൃന്ദാവൻ വാസികളെ പോലെ നമ്മൾ ഉയർന്നാൽ മാത്രമേ ആ കാര്യം നടക്കുള്ളൂ. എന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ നമ്മൾ അങ്ങനെ കാണിച്ചാൽ, നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ഒരു നന്ദിയെങ്കിലും പ്രതീക്ഷിക്കുന്നു, ഒരു താങ്ക്സ് ഇല്ലേ? നമ്മളൊരു നല്ല കാര്യം ഒരാൾക്ക് ചെയ്താൽ അതിനെ ഒന്നും ഒരു റിയാക്ഷൻ ചെയ്യാണ്ട് ഒരു നന്ദി കൂടി പറയാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മൾ പുറമെ പറഞ്ഞെങ്കിലും മനസ്സ് പറയില്ലേ, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് പറയാൻ വല്ല ചെലവുണ്ടോ? ഒരു നന്ദി പറയാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ, ഇല്ലേ? നമ്മൾ തോന്നില്ലേ അങ്ങനെ? എന്താണ് മംഗളമാദേവി? എന്റെ പ്രഭുജി ചില സമയത്ത് വിചാരിക്കും ഒന്നും പറഞ്ഞില്ലെങ്കിൽ സുഖമായിട്ടിരിക്കായിരുന്നു. അത് മാതാജിയുടെ ആ ഉയർന്ന ഒരു തലം അതായത് ഭക്തിയിലെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ഈ ആഗ്രഹം കുറഞ്ഞു വരും. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള നന്ദിക്ക് വേണ്ടിയിട്ടല്ലോ ഈ സേവനം ചെയ്യുന്നത്, ഈ സഹായം ചെയ്യുന്നത്. ഭഗവാനെ ഭഗവാന്റെ അംശങ്ങളാണ് അവർക്ക് ഇല്ലാത്തത് എനിക്ക് ഉള്ളതിൽ കൊണ്ട് ഞാൻ കൊടുക്കുന്നു, എന്റെ കഴിവിനനുസരിച്ച് ഞാൻ കൊടുക്കുന്നു. അപ്പൊ അത് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവർ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്നെ ബാധിക്കുന്നില്ല എന്ന തലത്തിലേക്ക് ഉയരുമ്പോഴാണ് ഇങ്ങനത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. ദാറ്റ് ഈസ് റിയലി ഗുഡ്. അതല്ല പ്രഭുജി, ചീത്ത പറഞ്ഞാൽ ദുഃഖം വരും കേട്ടോ. അപ്പൊ ഞാൻ ഉയർന്നിട്ടില്ല. Anyway, okay. As there are constitutional laws in the material world stating that the king can do no wrong, or that the king is not subject to state laws, similarly the Lord, although he is the creator of this material world, is not affected by the activities of the material world. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്ന രാജാവിന് നിയമങ്ങൾ ബാധകമല്ല, രാജാവാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാനാണ് നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഭഗവാൻ നിയമത്തിന്റെ ഈ ബന്ധനത്തിലോ അതിന്റെ ആ ഒരു വലയത്തിലോ വരുന്നില്ല എന്നാണ് പറയുന്നത്. So he creates and remains aloof from the creation, whereas the living entities are entangled the fruitive results of the material activities because of their propensity for lording it off over material resources. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വലയത്തിൽ വന്നു വീഴുന്ന കാരണം? അതിന്റെ റിസൾട്ട്സ്, അതിന്റെ ഫലത്തിന്റെ ആ വലയത്തിൽ പെടുന്നുണ്ട്, അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് പ്രഭാത ബ്യൂട്ടിഫുള്ളി ഇവിടെ എഴുതുന്നത് ബിക്കോസ് ഓഫ് ദ പ്രൊപ്പൻസിറ്റി ഫോർ ലോഡിങ് ഇറ്റ് ഓവർ മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് ഈ ഭൗതിക തലത്തിലുള്ള ഭൗതിക ലോകത്തിലെ എല്ലാ റിസോഴ്സസും അതിന്റെ മാസ്റ്റർ, അതിന്റെ കൺട്രോളർ, അതിന്റെ ഓണർ ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ ഭഗവാനാണെന്ന് വിചാരിക്കുകയാണ്, ഞാൻ കൺട്രോളറാണ്. അപ്പൊ അതെല്ലാം എൻ്റെ അധീനത്തിൽ വരണം. അപ്പോ എല്ലാവരും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം, ഞാൻ പറയുന്ന പോലെ കേൾക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രവൃത്തി ചെയ്യണം. കാണിച്ചാൽ ഞാനാണ് കൺട്രോളർ, ഞാനാണ് അതിൻ്റെ ഓണർ, ഞാനാണ് അതിൻ്റെ മാസ്റ്റർ. അതാണ് ലോഡിങ് ഇറ്റ് ഓവർ മെറ്റീരിയൽ റിസോഴ്സസ്. ഇത് എൻ്റെ ധനമാണ്, എൻ്റെ പണമാണ്, എൻ്റെ വീടാണ്, എൻ്റെ കാറാണ്, എൻ്റെ ഓഫീസാണ്. അതുകൊണ്ട് ബാക്കി എല്ലാവരും എൻ്റെ അധീനത്തിൽ വരണം. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ഇൻട്രിക്കേറ്റ് ലോസിന്റെ വലയത്തിൽ വന്നു പെടുന്നത്.
The proprietor of an establishment is not responsible for the right and wrong activities of the workers, but the workers are themselves responsible. ഒരു കമ്പനിയിലെ പ്രൊപ്പറേറ്റർ, ഓണർ, അതിൻ്റെ ഉടമസ്ഥൻ അവിടുത്തെ വർക്കേഴ്സ്, എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എംപ്ലോയീസ് ആണ്. അവരാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഓണർ, അതിൻ്റെ ഉടമസ്ഥൻ, അവർക്ക് അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുന്നു ജോലിക്ക്. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റും ശരിക്കും, തെറ്റാണെങ്കിൽ അവർ ശിക്ഷിക്കും, ആൻഡ് ശരിയാണെങ്കിൽ അവരെ റിവാർഡ് ചെയ്യും. നല്ല ബിസിനസ് കൊണ്ടുവന്നാൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കും, ഇൻക്രിമെന്റ് കൊടുക്കും. നേരെ മറിച്ച് കമ്പനിക്ക് ദുഷ്പേരുണ്ടാക്കിയാൽ, കമ്പനിക്ക് നഷ്ടം വരുത്തിയാൽ അവരെ ഫയർ ചെയ്യും ആ കമ്പനിയിൽ നിന്ന്. സോ ദ ലിവിംഗ് എൻറ്റിറ്റീസ് ആർ എൻഗേജ് ഇൻ ദ റെസ്പെക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ദീസ് ആക്ടിവിറ്റീസ് ആർ നോട്ട് ഓർഡൈൻഡ് ബൈ ദ ലോ. അപ്പോൾ നമ്മളെ ജീവാത്മാക്കള് തൻ്റെ ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നു. ഇതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മളുടെ സ്വന്തം തീരുമാനമാണ്. ഭഗവാൻ പറഞ്ഞത് എന്നെ, അതെന്താണ് പറയുന്നത്? മയ്യേവാമനാദശ്വ മയ്യ ബുദ്ധിം നിവേശയ. പിന്നെന്താണ്? മയ്യേവാമനാദശ്വ മയ്യ ബുദ്ധിം നിവേശയ. അത് ഉർധന്യ സംശയ. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിക്കുക. അതാണ് ഭഗവാൻ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അത് ഭഗവാന്റെ ആഗ്രഹത്തിൽ നിന്നും മാറി നമ്മൾ ചെയ്യുന്നു. So for advancement of sense gratification, the living entities are engaged in the work of this world and they aspire to heavenly happiness after death. അപ്പൊ ഇനിയും കൂടുതൽ ഇന്ദ്രിയ ഭോഗങ്ങൾ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിലേക്ക് പോകണം. സ്വർഗത്തിൽ കൂടുതൽ എൻജോയ്മെന്റ്, ഹെവൻലി ഹാപ്പിനെസ്. അതാണ് സാധാരണ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ദ ഹെവൻലി ഡെമിഗോഡ്സ് ആർ ഓൺലി ഇസ് എൻഗേജ് സെർവൻസ്. പക്ഷെ നമ്മളത് മറക്കുന്നു. അവിടുത്തെ ഡെമിഗോഡ്സ്, അവിടുത്തെ കൺട്രോളേഴ്സ് ഭഗവാന്റെ ഭൃത്യന്മാരാ എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നു. The proprietor never decides to low-grade happiness such as the workers may desire. He is aloof from the material actions and reactions. For example, the rains are not responsible for different types of vegetation that appear on earth. Although without such rains, there is no possibility of vegetation growth. Vedic Smriti confirms this fact as follows. മഴ ഏത് തരത്തിലുള്ള വെജിറ്റബിൾ ആണ് ഇവിടെ ഉണ്ടാവുന്നത്? അത് മഴ പക്ഷെ അല്ലെങ്കിലും കൂടിയിട്ട് മഴയില്ലാണ്ട് അത് ഉണ്ടാവൂല ആണ് പറയുന്നത്. സോ വിത്തൗട്ട് റെയിൻ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് വെജിറ്റേറ്റീവ് ഗ്രോത്ത്. Vedic Smriti confirms this fact as follows. Nimittamatram eva so srijyanam sarga karmani pradhana karani bhuta yato vai srijya shaktayaha. In the material creation, the Lord is only the supreme cause. Sarva karana karan. Okay. അപ്പോൾ മഴ എന്നുള്ളത് സുപ്രീം കോസ് അല്ല. മഴ സുപ്രീം കോസ് ആണോ? അതിന്റെ പിന്നിലും ഒരു കോസ് ഉണ്ട്. മെറ്റീരിയൽ ക്രിയേഷൻ ലോർഡ് ഈസ് ഓൺലി സുപ്രീം കോസ്. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും കാരണം. പക്ഷെ ഈ കാരണത്തിന്റെ ഉദ്ഭവസ്ഥാനം എവിടെയാണ്? ഭഗവാന് നിർബന്ധിതനാവുകയാണ് അതിനെ മുളാൻ വേണ്ടിയിട്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ആഗ്രഹമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ആഗ്രഹം എനിക്കൊരു വലിയൊരു പൊളിറ്റീഷ്യൻ ആവണം, ഒരു ഫിലിം ആക്ടർ ആവണം, അല്ലെങ്കിൽ അതാവണം ഇതാവണം. ഇതാണ് ഈ ആഗ്രഹമാണ് ഭഗവാനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കുന്നത്? അങ്ങനെ നടത്തി തരാൻ വേണ്ടിയിട്ട്. ഭഗവാൻ അത്രയും ദയാലുവാണ്. എൻ്റെ ആഗ്രഹം അവിടെ സഫലീകരിക്കട്ടെ. അപ്പൊ അതിനെ തഥാസ്തു. സർവകാരണകാരണം ഭഗവാനാണെങ്കിലും അതിൻ്റെ ഉദ്ഭവസ്ഥാനം നമ്മളെപ്പോലുള്ള ജീവാത്മാക്കളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. പക്ഷേ
സുപ്രീം കോസ് ഭഗവാനാണ്. ഭഗവാന്റെ ആ ഒരു സാങ്ഷൻ ഇല്ലാണ്ട് എന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നില്ല. സോ ദ ഇമ്മീഡിയറ്റ് കോസ് ഈസ് മെറ്റീരിയൽ നേച്ചർ by which the cosmic manifestation is made visible. അപ്പൊ ഇമ്മീഡിയറ്റ് കോസ്, ഇപ്പൊ നമ്മളുടെ ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ് കോസ് ആരാണ്? ഞാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ബോംബെക്ക് പോവാണ്, എൻ്റെ ആഗ്രഹമാണ് അതിൻ്റെ ബോംബെക്ക് പോകാൻ. അപ്പൊ ആ ആഗ്രഹം ഇമ്മീഡിയറ്റ് കോസ്, ഞാനാണ് എൻ്റെ ഇമ്മീഡിയറ്റ് കോസ്. പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് കോസ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് കോസ് എന്താണ്? ഞാൻ ഈ എൻ്റെ ആഗ്രഹം കാരണം ഞാൻ ട്രാവൽ ഏജൻസി പോകുന്നു, ടിക്കറ്റ് മേടിക്കുന്നു, പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിക്കുന്നു, ടാക്സി അറേഞ്ച് ചെയ്യുന്നു, എയർപോർട്ടിൽ പോകുന്നു, അവിടേക്ക് പോകുന്നു. ഇതിനാണ് ഇന്റർമീഡിയറ്റ് കോസ്. അതായത് ദ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, അതാണ് ഇന്റർമീഡിയറ്റ് കോസ്. അല്ലെങ്കിൽ ഈ സർക്കംസ്റ്റൻസസ്. പിന്നെ ഇത് രണ്ടും ഞാൻ ചെയ്തു. എൻ്റെ ആഗ്രഹം ഉണ്ടായി, പൈസ ചെലവാക്കി, ടിക്കറ്റ് മേടിച്ചു, ടാക്സി മേടിച്ചു, എയർപോർട്ടിൽ പോയി. പക്ഷെ ഇത് പൂർത്തിയാവണമെങ്കിൽ ഞാൻ ബോംബെയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് അവിടുന്ന് പോകണം, എന്നിട്ട് ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണം, എന്നാലേ എൻ്റെ കാര്യം പൂർത്തിയാവുള്ളൂ. പക്ഷെ ഭഗവാൻ പറയാണ് ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസലാണ്, എത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടെ അൾട്ടിമേറ്റ് കോസ് വിഘ്നം വരുത്തി, അദ്ദേഹം സാങ്ഷൻ ചെയ്തില്ല. അപ്പൊ എത്ര ഞാൻ ആഗ്രഹിച്ചാലും ശരി, അത് എൻ്റെ ആഗ്രഹവും എൻ്റെ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസിന്റെ എല്ലാം ഭംഗിയായി നടന്നാലും ശരി, അൾട്ടിമേറ്റ് കോസ് ഭഗവാന്റെ സാങ്ഷൻ ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ അൾട്ടിമേറ്റ് കോസ് പറയുന്നത്. സോ ഹീസ് ദ പേഴ്സൺ ഹൂ സാങ്ഷൻസ് എവരിതിങ്. അദ്ദേഹത്തിന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒരു കാര്യം പൂർത്തിയാവില്ല. സോ ദ ക്രിയേറ്റഡ് ബീയിങ്സ് ആർ ഓഫ് മെനി വെറൈറ്റീസ് സച്ച് ആസ് ദ ഡെമിഗോഡ്, human beings and lower animals, and all of them are subject to the reactions of the past good and bad activities. അപ്പൊ ക്രിയേറ്റഡ് ആണ്, നമ്മളെല്ലാം ക്രിയേറ്റഡ് ആണ്. അതിൽ ഡെമിഗോഡ്സ് വരും, മനുഷ്യർ വരും, ലോവർ അനിമൽസ് വരും, ബാക്കി എല്ലാവരും വരും. ഇതെല്ലാം എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അവരുടെ പൂർവ്വജന്മത്തിന്റെ സുഹൃതിയും ദുഷ്കൃതത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. സബ്ജക്ട് ടു റിയാക്ഷൻസ് ഓഫ് ദർ പാസ്റ്റ് ഗുഡ് ഓർ ബാഡ്. ഒരു വ്യക്തി, ഒരു ജീവാത്മാവ് ഒരു ഡെമിഗോഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഡെമിഗോഡ് പൊസിഷനിൽ എത്താൻ കാരണം? അദ്ദേഹത്തിന്റെ സുഹൃതി. ഒരു ജീവാത്മാവ് ഒരു അനിമൽ ഫോമിൽ, ഒരു മൃഗത്തിന്റെ ശരീരത്തിലാണെങ്കിൽ, ഒരു കൃമി കീടത്തിന്റെ ശരീരത്തിലാണെങ്കിൽ, ഓക്കെ, ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ അവരുടെ പാപം, ദുഷ്കൃതിയുടെ കാരണമാണ് അവരങ്ങനത്തെ ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സിൻഫുൾ ആക്ടിവിറ്റീസ്, ദുഷ്കൃതിക്കനുസരിച്ചിട്ടാണ് നമുക്ക് ലോവർ ബോഡീസ് ഉണ്ട്. അതായത് സത്കർമ്മമാണ് നമ്മളുടെ കയ്യിലുള്ളത്, ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ല മനുഷ്യ ശരീരം കിട്ടും, ഡെമിഗോഡ്സിന്റെ ശരീരം കിട്ടും, ഗന്ധർവന്മാര്, കിന്നരന്മാര്, ചാരന്മാര്, ഇങ്ങനെയുള്ള ശരീരം കിട്ടും. അപ്പോൾ ഗുഡ് ആൻഡ് ബാഡ് ആക്ടിവിറ്റീസിന്റെ അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഭഗവാൻ അവാർഡ് ചെയ്യും. The Lord only gives them the proper facilities for such activities and the regulations of the modes of nature, but is never responsible for the past and present. അപ്പൊ ഭഗവാൻ അത് നമുക്ക് നമ്മളുടെ കർമ്മ അനുസരിച്ചിട്ട് ശരീരം പ്രദാനം ചെയ്താലും ഭഗവാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. നമുക്ക് ഭഗവാനെ പഴി പറയുമ്പോൾ ഭഗവാൻ കാരണമാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതിയാൻ കിട്ടിയത് പറയാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന മറ്റുള്ളവരാണ്, നീ കാരണം, നീ കാരണം, നീ കാരണം. ആരും കാരണമല്ല, ഞാൻ കാരണം, ഞാൻ കാരണം, ഞാൻ കാരണം. ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുക, അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്ന പകരം ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുക. നമ്മളുടെ എപ്പോഴുള്ള വലിയതാണ് യു, ബിക്കോസ് ഓഫ് യു, യു, യു. അതാണ് തെറ്റ്. അപ്പൊ ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളും എൻ്റെ സ്വന്തം കർമ്മം കാരണമാണ്, വേറെ ഒരാളും അല്ല. പക്ഷെ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് മറ്റാള്. കണ്ടോ, അയാൾ കാരണമാണ് എനിക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടാൻ വെച്ചായിരുന്നു, അയാൾ അവിടെ പാറ വെച്ചു, മാനേജറുടെ എന്നെ പറ്റി അതെന്നൊക്കെ പറഞ്ഞു, എൻ്റെ പ്രൊമോഷൻ പോയി. എൻ്റെ കർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്ത കർമ്മഫലത്തിന്റെ ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ അതിപ്പോ എനിക്ക് അങ്ങനെ വന്ന് ഭവിക്കുന്നത്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് അതിന് പഴി മറ്റൊരാളെ കാണിക്കുന്നു. So the Lord only gives them the proper facilities for such activities and the regulations of the modes of nature.
but is never responsible for the past and present activities. ഭഗവാൻ ഒരിക്കലും ഞാൻ ചെയ്ത കർമ്മത്തിന്റെ നല്ലതാണ് ചീത്തയില്ല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അത് ഞാൻ ചെയ്താണ്. പല ആൾക്കാരും ഇപ്പോഴും പല ആൾക്കാരും ചിലപ്പോ ആർഗ്യൂ ചെയ്യാറുണ്ട്, ഇതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നതാണ്. ഭഗവാൻ ചെയ്യിക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ, എത്ര അപരാധമാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ എത്ര അറിവില്ലായ്മയാണ് അവർ പറയുന്നത്. ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചു, ഭഗവാനെ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് അത്. എത്ര അഹമ്മതിയാണത്. അങ്ങനെയാണോ? എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മളല്ലേ ചെയ്യിപ്പിക്കുന്നത്. നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളാണത് ചെയ്യുന്നത്. ഭഗവാൻ അതിൽ യാതൊരു കൈയും കടത്തുന്നില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി തരുന്നത് ഭഗവാനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതൊന്നും ഞാൻ വൗച്ച് ചെയ്യുന്നില്ല. ഞാൻ അതിന് യാതൊരു കാരണക്കാരുമല്ല. ഞാൻ യാതൊരു ഉത്തരവാദിത്വവും ഞാൻ അതിൽ ഏറ്റെടുക്കുന്നില്ല. ഞാനാണ് സാങ്ഷൻ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഒരു കളവ് പറയുന്നത്, നുണ പറയുന്നത്, ഒരു കളവ് ചെയ്യുന്നത്, ഇതെല്ലാം ഭഗവാൻ സാങ്ഷൻ ചെയ്യുന്നു. ബിക്കോസ് എന്റെ ആഗ്രഹമാണത്. അതിന് ഭഗവാൻ തഥാസ്തു പറയുന്നു. പക്ഷെ ഭഗവാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഓക്കെ, ഒരു മകൻ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് അച്ഛൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നു. ആ സിഗരറ്റ് വലി നല്ലതല്ല, അതിന് ആരോഗ്യത്തിന് നല്ലതല്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, കൂട്ടുകെട്ട് തെറ്റായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല, അതെല്ലാം. അതുകൊണ്ട് അതിന് മാറി നിൽക്കണം. വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും മകൻ അത് കേൾക്കാതെ അത് ചെയ്യുമ്പോൾ ആരാണ് ഉത്തരവാദിത്വം? ആരാണ് ഉത്തരവാദിത്വം? അതിന് നമ്മൾക്ക് തന്നെ, നമ്മൾ തന്നെ അല്ലേ? പിന്നെ എങ്ങനെ ഭഗവാന് കുറ്റം പറയാ? അത് നമുക്ക് അറിവില്ലാത്ത കാരണം പറയുന്നു. അതാണ്. അപ്പൊ ഭഗവാൻ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. പക്ഷെ ഭഗവാൻ അത് അലവ് ചെയ്യുന്നു. ചില ആൾക്കാർ, ഞാൻ വീണ്ടും പറയുന്നു, ചില ആൾക്കാർ വീണ്ടും പറയുന്നു, അതായത് ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, നമ്മളാണ് അത് ഇനീഷ്യേറ്റ്. നമ്മുടെ ആഗ്രഹമാണത്. അങ്ങനത്തെ ഒരു കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മുടെ ആഗ്രഹം. ഭഗവാൻ നമുക്ക് കുറച്ച് റെഗുലേറ്റഡ് ഫ്രീഡം തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അതിനെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വീണ്ടും വീണ്ടും ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ആചാര്യന്മാരുടെ മുഖേനയും അതേപോലെ നമ്മളുടെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൊട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഡൾ ഹെഡിൽ അത് പോകുന്നില്ല. So the Lord only gives them the proper facilities for such activities and the regulations of the modes of nature, but it's never responsible for the past and present activities. In the Vedanta Sutra, it's confirmed, Vaishamya Nadganye na Sapekshavatvat. The Lord is never partial to any living entity. നമ്മളിത് പലതവണയും കേട്ടിട്ടുണ്ട് അല്ലെ? സമോഹം സർവഭൂതേഷു നമേദേശു നാപ്രിയ ഏ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യം. സമൂഹം എല്ലാവരോടും ഈക്വൽ ആയിട്ട് കാണുന്നു, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നു. ഒരാളോടും ഒരു പാർഷ്യാലിറ്റി ഇല്ല. അതാണ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത്, ഗോഡ് ഈസ് നെവർ പാർഷ്യൽ ടു എനി ലിവിങ് എൻറ്റിറ്റി. The living entity is responsible for his own acts. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അല്ലാതെ ഭഗവാൻ അതില് യാതൊരു റോളും ഇല്ല. ഭഗവാൻ, the Lord only gives him facilities through the agency of material nature, the external energy. ഭഗവാന്റെ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഭഗവാന്റെ ശക്തിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു അവസരം, ഫെസിലിറ്റി ഉണ്ടാക്കി തരുന്നത്. ഭഗവാന്റെ ഏത് ശക്തിയാണത്? ബഹിരാംഗ ശക്തി. ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഓരോ ഫെസിലിറ്റീസും നമുക്ക് ഉണ്ടാക്കി തരുന്നത്. So anyone who is fully conversant with all the intricacies of this law of karma, of fruitive activities,
does not become affected by the results of his activities. അപ്പൊ ഈ തത്വം, ഈ പരമസത്യത്തിനെ മനസ്സിലാക്കുന്ന ഒരുവന് ഈ കർമ്മത്തിന്റെ, ഈ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിന്റെ ആ റിസൾട്ടിനുള്ള ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല നമ്മളെ. കാരണം വെച്ചാൽ ഇത് അറിയാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് കർമ്മവും ചെയ്യില്ല, വികർമ്മവും ചെയ്യില്ല. കാരണം ഈ തത്വം മനസ്സിലാക്കിയ ഏതൊരു ഭക്തനും കർമ്മത്തിൽ നിന്നും വികർമ്മത്തിൽ നിന്നും മാറി നിൽക്കും. കർമ്മം എന്ന് പറഞ്ഞാൽ ഫല ഇച്ഛയോടുകൂടി ചെയ്യുന്നത്, ഫലം ഇച്ഛിച്ചിട്ട് ചെയ്യുന്ന. വികർമ്മം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കർമ്മം. ഇത് രണ്ടിൽ നിന്നും മാറി നിന്ന് അകർമ്മം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം നമ്മൾ ചെയ്യും. So in other words, the person who understands this transcendental nature of the Lord is an experienced man in Krishna consciousness, and thus is never subject to the laws of karma. അങ്ങനെ ഭക്തന്മാരെ ഒരിക്കലും കർമ്മബന്ധനത്തിൽ ഏർപ്പെടില്ല, ആ നിയമപരിധിയിൽ വരില്ല. ഓക്കെ, അത് ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർക്കും ഈ നിയമം ബാധകമാണ്. അവർ കർമ്മബന്ധനത്തിൽ ഏർപ്പെടില്ല. One who does not know the transcendental nature of the Lord and who thinks that the activities of the Lord are aimed at fruitive results, as are the activities of ordinary living entities, certainly becomes entangled himself in fruitive reactions. But one who knows the supreme truth is a liberated soul fixed in Krishna consciousness. ആരാണ് ഒരു ലിബറേറ്റഡ് സോൾ, ഒരു മുക്താത്മാവ്? ആരാണ്? ഈ തത്വം, ഈ പരമസത്യത്തെ യഥാരൂപത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ലിബറേറ്റഡ് സോൾ. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മുക്തനാവാൻ പറ്റും. കൃഷ്ണാവബോധത്തില് നമുക്ക് ജീവിക്കാൻ പറ്റും. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട്, ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചിട്ട്, ഭഗവാനെ പ്രീതിപ്പെടുത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സാധ്യമാവും എന്നുള്ളത്. സോ നമ്മൾ ഒരു ശ്ലോകം കൂടി എടുക്കാം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മത്വം പൂർവൈ പുരാതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മത്വം പൂർവൈ പൂർവാതരം കൃതം. സ്മിത മാതാജി. നമോ ഭഗവതി വാസുദേവായ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. ഹരേ കൃഷ്ണ. ഓക്കെ, ശ്യാമള മാതാജി. एवं ज्ञातो कृतं कर्म पूर्वैरपि मुमुक्षुभिः कुरु कर्मैव तस्मात् त्वं पूर्वैरपि മംഗള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈവ പൂർവത്തരം കൃതം. വിവർത്തനം വായിക്കട്ടെ. വിവർത്തനം ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ. ജയ ശ്രീധര. ദിവ്യമായ പ്രകൃതി അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ, അതായത് മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ സാധ്യതകളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. ഹരേ കൃഷ്ണ. All the liberated souls in ancient times acted with this understanding of my transcendental nature. Therefore, you should perform your duty following in their footsteps. എന്താണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നത്? എല്ലാ മുക്താത്മാക്കളും പഴയ കാലത്ത്, അപ്പൊ ഈ കാലത്തിന്റെ ഗതി മാറുന്ന അനുസരിച്ചിട്ട്, പ്രോഗ്രസിനനുസരിച്ചിട്ട് ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുമ്പത്തെ കാലത്തെ, പഴയ കാലത്ത് പൂർവികരെ, അവരെല്ലാം ആക്ച്വലി ലിബറേറ്റഡ് സോൾസ് ആണ്, മുക്താത്മാക്കളാണ്. പഴയ, അതാണ് ഏൻഷ്യന്റ് ടൈം. ആക്റ്റഡ് വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിംഗ്, ഈ ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. എന്താണ്? എന്റെ അദിവ്യമായിട്ടുള്ള നേച്ചർ. അതുകൊണ്ട് അർജുന, നീയും തന്റെ കർമ്മം ചെയ്യണം, അവരുടെ പാദങ്ങളെ പിന്തുടർന്ന്. അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത്? മഹാജന ഏന കഥാസ പന്ഥ. മഹാജന ഏന കഥാസ പന്ഥ. പൂർവികന്മാര്, നമ്മളുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ലിബറേറ്റഡ് ആയിട്ടുള്ള മുക്താത്മാക്കളെ നമ്മള് റോൾ മോഡലായിട്ട് കാണണം. അവരുടെ പാത പിന്തുടരണം.
നമ്മൾ സാധാരണ ജനങ്ങളുടെ പാതയല്ല, അവരുടെ കാൽപാദമല്ല പിന്തുടരേണ്ടത്. We should follow in the footsteps of the previous liberated souls, acharyas. Therefore, you should perform your duty following in their footsteps. അപ്പൊ നമ്മൾ ആരെയാണ് റോൾ മോഡൽ ആക്കേണ്ടത്? ഇപ്പൊ നമ്മളെല്ലാം വൈദി സാധന ഭക്തി ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെ? അപ്പൊ വൈദി സാധന ഭക്തി ഫോളോ ചെയ്യുന്ന ആൾക്കാരെ രാഗാനുക ഭക്തിയിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ റോൾ മോഡൽ ആക്കണം? വൃന്ദാവനവാസികളെയാണോ ചോദിച്ചു? ഏ വൃന്ദാവനവാസികളെയാണോ? ആ അവരെന്താ പറയാ? വൃന്ദാവനവാസികളിലെ രാഗാനുഗ ഭക്തി. ആരാണ് അവര്? രൂപാനുഗ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രഭുജി പറഞ്ഞു രാഗം. അപ്പൊ നമ്മൾ നമ്മൾ അങ്ങനെ ഹയർ ലെവലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെ പിന്തുടരും? പ്രഭുപാതെ പിന്തുടർന്നാൽ മതി. ജസ്റ്റ് ഫോളോ ഇൻ ദ ഫുട്സ്റ്റെപ്സ് ഓഫ് പ്രഭുപാദ. മോർ ദാൻ എനഫ്. He is Acharya for us. He is liberated person. He is a pure devotee. ശുദ്ധ ഭക്തൻ. അദ്ദേഹത്തിന് എന്താണ് വിളിക്കുന്നത്? രാഗാത്മിക ഭക്തൻ. രാഗാത്മിക ഭക്തൻ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ രാഗാത്മിക ഭക്തന്മാരുടെ പാത പിന്തുടർന്നാൽ നമ്മള് വൈദി സാധന ഭക്തിയിൽ നിന്ന് രാഗാനുക ഭക്തിയിലേക്ക് ഉയരും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മള് മിനിമം നമുക്ക് അറിയുന്ന പ്രഭുപാദയെ മാത്രം ഫോളോ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഗുരു മഹാരാജിന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട്, അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയിട്ട് പ്രഭുപാദയെ നമ്മൾ ഫോളോ ചെയ്യുക. പ്രഭുപാദ ഇൻസ്ട്രക്ഷൻസ് ആണ് ഗുരു മഹാരാജ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യേഷൻ എടുക്കുന്ന സമയത്ത് ഗുരു മഹാരാജിന് വാക്ക് കൊടുക്കുന്നുണ്ട്. ഗുരു മഹാരാജ് പറയും, വിൽ യു ഹെൽപ് മീ ടു ഫുൾഫിൽ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് and the mission of Srila Prabhupada. Yes. Prabhupada is also asking the same thing. Will you help me to fulfill the instructions of my Guru Maharaj? Ultimately, everything Bhagavan Krishna. That is the chain. അതാണ് കണക്ഷൻ നമ്മുടെ. അപ്പോ രാഗാത്മിക ഭക്തന്മാരെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് രാഗാത്മിക ഭക്തൻ പ്രഭുപാദാണ്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ രാഗാനുക ഭക്തിയിലേക്ക് ചെന്നെത്തും. So that there are two classes of men. Some of them are full of polluted material things within their hearts, and some of them are materially free. രണ്ട് കാറ്റഗറിയിലെ ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. Some of them are polluted. എന്താണ്? ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് സം ഓഫ് ദം ആർ മെറ്റീരിയലി ഫ്രീ. അവർക്ക് അങ്ങനത്തെ ഭൗതിക സുഖത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് ഈക്വലി ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ഓഫ് ദിസ് പേഴ്സൺ. അപ്പൊ കൃഷ്ണാവബോധം ഈ രണ്ട് തരത്തിലുള്ള രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. ദോസ് ഹു ആർ ഫുൾ ഓഫ് ഡേർട്ടി തിങ്സ് can take to the line of Krishna consciousness for gradual cleansing process. അപ്പോ എല്ലാ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുന്ന ഏതൊരു വ്യക്തിക്കും കൃഷ്ണാവബോധത്തിൽ വന്നാൽ സ്ലോലി ആൻഡ് ഗ്രാജുവലി അവരുടെ അനർത്ഥങ്ങളും കൽമശങ്ങളെല്ലാം മാറിക്കിട്ടും. ഫോളോയിങ് ദ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവോട്ട് സർവീസ്. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വൈദി സാധന ഭക്തിയിലൂടെ നമ്മൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞു. അത് സ്ലോലി ആൻഡ് ഗ്രാജുവലി ഇറ്റ് ടേക്സ് പ്ലേസ്. ചില ആൾക്കാർക്ക് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് സ്ലോ ആയിരിക്കും. എന്തിനെ ആശ്രയിച്ചിരിക്കും? അത് ആ സ്ലോ ആൻഡ് ഫാസ്റ്റ് പേസ് എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മുടെ സാധനയാണോ? അവരുടെ കർമ്മം, അവരുടെ ആഗ്രഹങ്ങൾ, അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. എന്റെ ക്രെഡിറ്റില് സാധന ചെയ്യുമ്പോ കർമ്മങ്ങൾ കുറയില്ലേ? കർമ്മങ്ങളുടെ അതിനെ പറഞ്ഞ. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഫോർ യു, ഓക്കെ, മാതാജിയുടെ മൈൻഡില് ഓക്കെ ക്രെഡിറ്റ് ആയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ കർമ്മം. അതായത് ദുഷ്കൃതി സുകൃതി രണ്ടും കർമ്മമാണ്. രണ്ടും 0 ആകണം. 10% ഉണ്ട് വിചാരിക്കുക, എനിക്ക് 40% ഉണ്ട്.
അപ്പൊ എന്റെ പ്രോഗ്രസ് ആണോ അതോ മാതാജിയുടെ പ്രോഗ്രസ് ആണോ ഫാസ്റ്റ് ആവുക? എനിക്ക് 40% എന്റെ കയ്യില് കർമ്മം, മാതാജി 10%. മാതാജി എന്നെക്കാളും വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. ഞാൻ സമയം എടുക്കും. കാരണം 40% എക്സോസ്റ്റ് ചെയ്യണം എനിക്ക്. എന്നെ 40% എക്സോസ്റ്റ് സീറോയിലാണോ? മാതാജി 10% അവിടെ എക്സോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ യുവർ പ്രോഗ്രസ് വിൽ ബി ഫാസ്റ്റർ ദാൻ മൈ പ്രോഗ്രസ്. പറഞ്ഞു മനസ്സിലായോ? കർമ്മത്തിന്റെ ഓരോരുത്തരെയും കർമ്മത്തിന്റെ അക്കൗണ്ട്. അപ്പൊ ഇനി മുതൽക്ക് നമ്മുടെ മെറ്റീരിയൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. നമ്മുടെ മെറ്റീരിയൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് സ്പിരിച്വൽ അക്കൗണ്ട് മാത്രം ഓപ്പൺ ആക്കി വെക്കുക. അവിടുത്തെ KYC റിക്വയർമെന്റ് മാത്രം കൊടുക്കുക. മെറ്റീരിയൽ അക്കൗണ്ടിന്റെ KYC റിക്വയർമെന്റ് കൊടുക്കാൻ പാടില്ല. അതവിടെ ഡോർമെന്റ് ആക്കുക, അതിനെ അവിടെ ക്ലോസ് ചെയ്യുക. മെറ്റീരിയൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് സ്പിരിച്വൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആൻഡ് കീപ് ഇറ്റ് ഓപ്പൺ ത്രൂ ഔട്ട്. ഡോണ്ട് ക്ലോസ് ഇറ്റ്. So those who are full of dirty things can take the line of Krishna consciousness for a gradual cleansing process. Gradual, overnight സംഭവിക്കില്ല അത്. It takes time because നമ്മളുടെ എത്ര കർമ്മം ഉണ്ട് നമുക്കറിയില്ല. ജന്മജന്മാന്തരമായിട്ട് നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ആ കാര്യങ്ങൾ എത്രയുണ്ട് നമുക്കറിയില്ല. ഫോളോയിങ് ദ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവോട്ട് സർവീസ്, അതിനാണ് നമ്മളെ റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Those who are already cleansed of the impurities may continue to act in the same Krishna consciousness so that others may follow their exemplary activities and thereby be benefited. അപ്പോൾ ആൾറെഡി ശുദ്ധഭക്തന്മാരായ ആൾക്കാരെ സാധാരണ ആൾക്കാരെ ഫോളോ ചെയ്യുന്നു. ആൻഡ് അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവർക്കും ആ നല്ല നന്മ വന്നു ഭവിക്കുന്നു. Foolish persons or neophytes in Krishna consciousness often want to retire from activities without having knowledge of Krishna consciousness. അപ്പൊ ചില ആൾക്കാര് മെച്യൂരിറ്റി വരുന്നതിന് മുമ്പേ, നമുക്ക് പക്വത വരുന്നതിന് മുമ്പേ ഭൗതിക തലത്തിലുള്ള ഉത്തരവാദിത്തത്തിന് വിരമിക്കാൻ ശ്രമിക്കും. അതും ഡേഞ്ചറസ് ആണ്. നമ്മളുടെ ആഗ്രഹങ്ങള്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റ്, അതിനെ താഴെ നമ്മൾ മുറിച്ചാൽ നമുക്ക് കാണുമോ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഴയൊക്കെ 3-4 മഴയൊന്നും കഴിഞ്ഞാൽ അത് കിളിർക്കും അല്ലേ? അങ്ങനെ ചെയ്തൊരു കാര്യമില്ല, അതിനെ വേരോടെ എടുത്ത് കളയണം. അപ്പൊ നമ്മളുടെ സിൻഫുൾ റിയാക്ഷൻസിനെ മാത്രം നശിപ്പിച്ചാൽ പോരാ, സിൻഫുൾ ടെൻഡൻസീസിനെ നശിപ്പിക്കണം. So we have to destroy the sinful tendencies, not the sinful reactions. വേരോടെ പിഴുതു കളയണം. So Arjuna's desire to retire from activities on the battlefield was not approved by the Lord. അപ്പൊ എന്താണ് ഇവിടെ കാരണം പറയുന്നത്? അർജുനൻ തന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ഇമ്പൾസീവ് ഡിസിഷൻ ആണ്. ആ ഇമ്പൾസീവ് ഡിസിഷൻ കാരണം യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുകയാണ്. അത് ശരിക്കുള്ളൊരു ഡിസിഷൻ അല്ല, അത് ഇമ്പൾസീവ് ഡിസിഷൻ ആണ്. ആ പരിസ്ഥിതിയിൽ പെട്ടെന്ന് ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ എനിക്ക് വയ്യ, മടുത്തു, യെസ്, ഇനഫ് ഇസ് ഇനഫ്, എനിക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുണ്ട, അതുകൊണ്ട് ഞാൻ യാചിച്ചിട്ട് ഒരു ഭിക്ഷക്കാരനായിട്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. അതെന്താണ്? പക്വത വരുന്നതിന് മുമ്പേ നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ആ ഒരു ഒളിച്ചോട്ടം അത് പാടില്ല. അത് ഭഗവാൻ ഇവിടെ അപ്രൂവ് ചെയ്യുന്നില്ല. അതേപോലെ നമ്മള് വീട്ടിൽ ചില വഴക്കൊക്കെ കൂടി, ഭാര്യയും ഭർത്താവുമുള്ള അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് വഴക്ക് കൂടി ഒരാൾ വീട് വിട്ട് പോവാണ്, എന്നിട്ട് ഞാൻ സന്യാസം എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒളിച്ചോട്ടമാണ്. അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് സന്യാസം എടുക്കുന്നതല്ല അത്. സന്യാസം എടുക്കുക എന്ന് പറഞ്ഞാൽ റിനൗൺസ് ചെയ്യുക, എല്ലാം ത്യജിക്കുക. ഈ ത്യാഗം എന്താണ്? ഫോഴ്സ്ഫുള്ളി. ആ ഒരു ആക്ടിവിറ്റി ഭഗവാൻ ഇവിടെ അപ്രൂവ് ചെയ്യുന്നില്ല അർജുനന്റെ. വൺ നീഡ് ഓൺലി നോ ഹൗ ടു ആക്ട്. To retire from the activities of Krishna consciousness and to sit aloof, making a show of Krishna consciousness is less important than actually engaging in the field of activities for the sake of Krishna. അപ്പൊ എത്ര ഒരു നല്ലൊരു ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് പ്രഭുപാദായി പർപ്പിളിൽ തരുന്ന ഭഗവാൻ കൃഷ്ണൻ
അർജുന കൊടുക്കുന്നത്. നമ്മൾ ഷോ ഓഫ് ചെയ്യാൻ പാടില്ല, എക്സിബിഷനിസം പാടില്ല. ഓക്കെ, നമ്മൾ എക്സിബിഷൻ നടത്തില്ല എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി, പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളും ഒരു ഷോ ഓഫ് കാണിക്കാൻ പാടില്ല. അത് ഫ്രം വിതിൻ, ഉള്ളിൽ നിന്ന് വരണം ഈ ത്വര, ഈ ആഗ്രഹം. അതായത് ഇനഫ് ഈസ് ഇനഫ്. ഭൗതിക ലോകത്തിലെ ഈ ജീവിതമല്ല നമ്മളുടെ ശരിക്കുള്ള ജീവിതം. ഇത് നമുക്ക് ഒരു ഫെസിലിറ്റി തന്നാണ്. ഈ മനുഷ്യ ജന്മം നമുക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഈ ദേഹം അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. പ്രഭാത പറയുന്ന പോലെ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ബാഡ് ബാർഗെയിൻ. മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ബെസ്റ്റ് യൂസ് എന്നാണ്. ഈ ശരീരത്തിനെ നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. കാരണം മറ്റ് ശരീരം അതിന് ഉപയോഗിക്കാൻ പറ്റില്ല ഭഗവാനെ പ്രാപിക്കാൻ. ഈ ശരീരത്തിനെ നമുക്ക് ഭഗവാന്റെ പ്രാപ്തിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മൃഗത്തിന്റെയോ പക്ഷിയുടെയോ കൃമികീടങ്ങളുടെയോ വൃക്ഷത്തിന്റെയോ ശരീരം നമ്മളുടെ ഭഗവത് പ്രാപ്തിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ബാഡ് ബാർഗെയിൻ. എന്താ ബാഡ് ബാർഗെയിൻ? ശരീരം കിട്ടുന്നത് ബാഡ് ബാർഗെയിൻ ആണ്. പക്ഷെ അതിനെ നമ്മള് ആ ബാഡ് ബാർഗെയിനും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മള് എത്തേണ്ട സ്ഥാനത്ത് നമ്മളുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. സോ വൺ നീഡ് ഓൺലി ടു നോ ഹൗ ടു ആക്ട്. Arjuna is here advised to act in Krishna consciousness, following in the footsteps of the Lord's previous disciples, such as the sun god Vivaswan, as mentioned herein before. ഇപ്പൊ അർജുനോട് ഭഗവാൻ പറയുന്നത് തന്റെ പൂർവികന്മാരെ, ഏൻഷ്യന്റ് ആയിട്ടുള്ള ശിഷ്യന്മാരുടെ പാതയിൽ കൂടെ പിന്തുടരാൻ ഉദാഹരണമായിട്ട് വിവസ്വാൻ, സൺ ഗോഡിനെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. The Supreme Lord knows all his past activities as well as those of persons who acted in Krishna consciousness in the past. അപ്പൊ ഭഗവാൻ അറിയാം ആരൊക്കെയാണ് ശുദ്ധഭക്തന്മാരാണ്. ഭഗവാൻ അന്തര്യാമി അല്ലെ, എല്ലാം അറിയാം, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതുകൊണ്ട് എല്ലാ ശുദ്ധഭക്തന്മാരെയും ഭഗവാൻ അറിയാം, അവരുടെ പാത പിന്തുടരണം എന്നാണ് പറയുന്നത്. Therefore, he recommends the acts of the sun god who learned this art from the Lord some millions of years before. ഈ സൂര്യഭഗവാനും ഈ നിർദ്ദേശങ്ങള്, ഈ തത്വങ്ങള് ഭഗവാൻ എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ പിന്തുടരാനാണ് ഭഗവാൻ ഇവിടെ അർജുന പറയുന്നത്. All such students of Lord Krishna are mentioned here as past liberated persons engaged in the discharge of duties allotted by Krishna. എല്ലാ ശിഷ്യന്മാരും, ഭഗവാന്റെ എല്ലാ ശിഷ്യന്മാരും ലിബറേറ്റഡ് ആണ്, മുക്താത്മാക്കളാണ്. രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, ബദ്ധാത്മാക്കളും മുക്താത്മാക്കളും അല്ലെ. അപ്പൊ മുക്താത്മാക്കള് ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കുന്നു, ബദ്ധാത്മാക്കള് തന്റെ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സേവനം അനുഷ്ഠിക്കുന്നു. ഈ വ്യത്യാസമുള്ളൂ. ഇന്ദ്രിയങ്ങളെ സേവിക്കുമ്പോൾ പുനരഭിജനനം പുനരഭിമരണം ഈ സംസാര സാഗരത്തില് വന്നു പോയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് മുക്താത്മാക്കള് ഭഗവാനെ സേവിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ ജീവിക്കുന്നു, ഭഗവാനെ പ്രീതിപ്പെടുത്തി ആനന്ദത്തോടു കൂടി അവർ ജീവിക്കുന്നു. നമ്മൾ ക്ലേശത്തോടു കൂടി ജീവിക്കുന്നു. 84 ലക്ഷം യോനികളിൽ കൂടെ സഞ്ചരിച്ച് എവിടുന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്നറിയാതെ എല്ലാ ക്ലേശങ്ങളും നമ്മൾ അനുഭവിച്ച് ഇവിടെ ജീവിച്ചു വരുന്നു. കാരണം നമ്മളുടെ ഉദ്ദേശം ഇന്ദ്രിയ തൃപ്തിയാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ ഉദ്ദേശം ഭഗവാന്റെ പ്രീതിയാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടായിരിക്കില്ല, നമുക്ക് ആനന്ദം 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 മാത്രം. അതാണ് ആനന്ദാംബുധി വർധനം എന്ന് പറയുന്നത്. സോ അങ്ങനെ 15-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇന്ന് നമ്മൾ 13, 14, 15 3 ശ്ലോകത്തിലെടുത്ത് 14ഉം 15ഉം പ്രഭുജി. 2 ശ്ലോകം അല്ലെ, 14ഉം 15ഉം. അടുത്ത ക്ലാസ്സിൽ 16. വാഞ്ചാ കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. അനന്തകോടി വൈഷ്ണവ की जय, श्री प्रभुपाद की जय.
गुरु महाराज की जय, गो प्रेमानंद जी। हरे कृष्ण।